മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരനാൾ വരെയുള്ള 9 ദിവസം നീളുന്ന ചടങ്ങുകളാണ് പൂരാഘോഷ ഭാഗമായി ക്ഷേത്രങ്ങളിലും ദേവസ്ഥാനങ്ങളിലും തറവാടുകളിലും നടന്നു വരുന്നത്. ശിവകോപത്താൽ ചാമ്പലായ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയാണ് ഉത്തരകേരളത്തിലെ പൂരാഘോഷം. ക്ഷേത്രങ്ങളിലും വീടുകളിലെ പൂജാമുറിയിലും കിണറ്റിൻകരയിലും ബാലികമാർ പൂപ്പാലികയിലേക്ക് പൂക്കൾ അർപ്പിക്കുന്നത് പ്രധാന ചടങ്ങാണ്. പൂവിടൽ ചടങ്ങ് തുടങ്ങുമ്പോൾ ക്ഷേത്ര തിരുമുറ്റങ്ങളിൽ നിന്ന് പൂരക്കളിയുടെ ആരവം കേൾക്കാം. 18 നിറങ്ങളിലായി ശ്രീകൃഷ്ണന്റെ ബാലലീലകളും പൂരമാലയും രാമായണം വൻകളിയും ചിന്തുകളും ബാല്യക്കാർ പാടിക്കളിക്കുന്നു. നരയൻപൂവ്, എരിക്കിൻപൂവ്, ക്ലീനിപ്പൂവ്, ചെമ്പകം തുടങ്ങിയ പൂക്കൾ കൊണ്ട് ദേവീ ദേവന്മാർക്ക് അർച്ചന നടത്തുന്ന ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പൂരോത്സവ സമാപനത്തിൽ പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കുന്നത് പ്രധാനമാണ്. പൂരക്കളിയും മറത്തുകളിയും ക്ഷേത്രങ്ങളിൽ വൈകിട്ട് തുടങ്ങി രാത്രി വരെ നീളുന്നു. വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി ചടങ്ങോടെയാണ് പൂരോത്സവത്തിന്റെ സമാപനം. അമൃത ന്യൂസ്, കാസർഗോഡ്.